നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. 10-15 മിനിറ്റ് മതി കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അരി കുതിർത്തി വെച്ച് അരച്ചെടുക്കുക അതല്ലെങ്കിൽ പൊടിച്ചെടുക്കുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വറുത്തരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു ഉണ്ണിയപ്പമാണ്. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് പുറം ഭാഗം നല്ല മൊരിഞ്ഞിരിക്കുന്ന നല്ലൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നോട്ടെ. ഇതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരേ കരത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചതാണ്. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് തീ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതൊരു 1/4 കപ്പ് തേങ്ങാക്കൊത്തുണ്ട്. തേങ്ങാക്കൊത്ത് ഉണ്ണിയപ്പത്തിൽ കടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയെടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ തന്നെ നെയ്യിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് രണ്ടും വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങാക്കൊത്തൊരു 1/4 കപ്പൊക്കെ എടുക്കുക, അതുപോലെ തന്നെ തേങ്ങ ചിരകിയതൊരു 1/2 കപ്പൊക്കെ എടുക്കുക. എന്നിട്ട് രണ്ടും വേറെ വേറെ നെയ്യിലൊന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വറുത്ത് മാറ്റി വെക്കുക. ഈ തേങ്ങാക്കൊത്തൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ. അതുകൊണ്ട് നല്ലോണം ഒന്ന് മൂത്ത് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഈ ചൂടുള്ള നെയ്യിൽ കിടന്നിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് മൂത്ത് വന്നോളൂ. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിലൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചു വെക്കാം കേട്ടോ. വേറൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഒരു 6 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. 400 ഗ്രാം ശർക്കരയാണ്. ഇത് നമുക്ക് ഉരുക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് പൊടിച്ചും കൂടി എടുക്കുന്നുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ ഒരു 1.5 കപ്പൊക്കെ ശർക്കരയുണ്ട് കേട്ടോ. ഇത് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഒന്ന് ഉരുക്കി കിട്ടിയാൽ മതി. ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണ്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കാം. നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിലേക്ക് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 കപ്പ് വീതം ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മൈദപ്പൊടി ചേർക്കാൻ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്താലും മതിയേ. അതേപോലെ തന്നെ ഉണ്ണിയപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ വരെ ആകാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് നമ്മളിപ്പോൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നല്ല ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി കരടൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചിട്ട് വേണേൽ ഒഴിച്ചു കൊടുക്കാൻ. ഇത് നല്ല ചൂടുള്ള ശർക്കരപ്പാനി ആയതുകൊണ്ട് തന്നെ പൊടി പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് ശർക്കരപ്പാനി ഒഴിക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് വീണ്ടും കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി പൊടീൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കോട്ടെ കേട്ടോ. നമുക്കിതുപോലെ തവി വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, കട്ടകൾ ഉടഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഹാൻഡ് വിസ്ക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മിക്സിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ടിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ മാവ് ഇവിടെ കലക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ശർക്കര ഉരുക്കി എടുത്തിരുന്ന 1.5 കപ്പ് വെള്ളം തന്നെ ചേർത്തിട്ടുള്ളൂ. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ച് ചിലപ്പോൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരുവേ. അതുപോലെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ആദ്യം തന്നെ മുഴുവനായിട്ടും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. 1-2 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മാവിൻ്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം 400 ഗ്രാം ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മധുരം ഉണ്ടാകും. ചിലപ്പോൾ എല്ലാവർക്കും അത്രയും മധുരം ഇഷ്ടപ്പെടണമെന്നില്ല. 350 ഗ്രാം വരെയൊക്കെ മതിയാകും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു 375 ഗ്രാം വരെയൊക്കെ മതിയാകും. ഇനി നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് മാത്രം 400 ഗ്രാം ഇട്ടാൽ മതി. അവസാനം ഞാൻ കുറച്ച് ശർക്കരപ്പാനി മാറ്റി വെച്ചിട്ടുണ്ട്, ഒഴിച്ചിട്ടില്ല. മധുരം നോക്കിയപ്പോൾ പാകത്തിനുള്ള പോലെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ശർക്കരപ്പാനി വീണ്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയിലേക്ക് ഒരു 5 ഏലക്കായ തൊലി കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്തിരിക്കുന്ന പൊടി നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് പഴമാണ്. പഴം കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പാളയംകോടൻ പഴമാണ് ഉണ്ണിയപ്പത്തിന് എപ്പോഴും നല്ലത്, അതായത് മൈസൂർ പഴം. ഇതേപോലെ ചെറിയ 2 പഴം എടുക്കുന്നുണ്ട്. അതൊന്ന് മുറിച്ചിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പം പഞ്ചസാര പൊടിച്ചിട്ടുള്ള ആ ജാറിലെ അതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പഴം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്.
അതും കൂടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം ഫ്രൈ ആക്കി വെച്ചിരുന്ന തേങ്ങ കൊത്തുണ്ടല്ലോ, നെയ്യിൽ ഫ്രൈ ആക്കിയത്, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, മാവ് നമുക്ക് ഇതുപോലെ കോരി ഒഴിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു പാകത്തിന് വേണേൽ കലക്കിയെടുക്കാൻ. ഒരുപാട് ടൈറ്റായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് എണ്ണ ഒടിക്കും. അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസാവണ്ട, നമുക്ക് ഇതുപോലെ അങ്ങ് കോരി ഒഴിക്കാനായിട്ട് പറ്റിയാൽ മതി. മാവ് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കിയിരിക്കുന്ന 1.5 കപ്പ് വെള്ളം ഉണ്ടല്ലോ, അത് കൂടാതെ വെള്ളം എത്രയാണോ വേണ്ടത് അത് ചേർത്തിട്ട് മാവ് നന്നായിട്ട് ലൂസാക്കിയിട്ട് അങ്ങ് കലക്കിയെടുത്താൽ മതി. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ച് ചിലപ്പോൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ മാവ് എന്തായാലും ഇതുപോലെ കോരി ഒഴിക്കാൻ പാകത്തിന് വേണം. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ ഞാൻ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് നെയ്യിൻ്റെ ഒരു സ്വാദ് വരുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ നെയ്യിലാണ് തേങ്ങക്കൊത്ത് വറുത്തിട്ടുണ്ടായിരുന്നത്, എന്നാലും കുറച്ചും കൂടി ഒരു നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് താല്പര്യമില്ലാത്തവർ വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റും കൂടെ നോക്കണേ, മധുരം ഒക്കെ പാകമാണോ എന്ന്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ ഓരോ നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർക്കുന്നത് താല്പര്യമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ബാറ്റർ കൊണ്ട് നമുക്കിപ്പം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ കിട്ടും. പക്ഷേ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് പുറം ഭാഗം ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞിരിക്കുന്ന ഉണ്ണിയപ്പമാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഉണ്ണിയപ്പം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് സോഡ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളായിട്ട് ഉരുണ്ടുകൂടി കിടക്കരുത്, എല്ലാ ഭാഗത്തേക്കും എത്തണം. ബേക്കിംഗ് സോഡ ചേർക്കണം എന്നുണ്ടെങ്കിൽ അവസാനം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ ഇട്ടില്ലെങ്കിൽ ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് മാവ് കലക്കിയ ഉടനെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ കിട്ടും. പിന്നെ ബേക്കിംഗ് സോഡ ചേർക്കുകയാണെങ്കിൽ പുറം ഭാഗം കുറച്ചും കൂടി ഒന്ന് മൊരിഞ്ഞിട്ട് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രം. അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ ചേർക്കാതെ ഈ ഒരു മാവ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ കിട്ടും. അപ്പോൾ ഉണ്ണിയപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉണ്ണിയപ്പ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം മാത്രം ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലേക്കും 1/4 ഭാഗം വീതം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയേ. നിറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവും കൂടെ കോരി ഒഴിക്കുമ്പോഴത്തേക്കും എല്ലാം പുറത്തേക്ക് ഒഴുകിപ്പോകും. അതുകൊണ്ട് കുഴീൻ്റെ 1/4 ഭാഗം വരെ ഒഴിച്ചാൽ മതി. ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇനി മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിക്കാം. മാവ് ഒഴിക്കുമ്പോഴും അതുപോലെ തന്നെ നിറച്ചും കോരി ഒഴിക്കേണ്ട, കുറച്ച് മാവ് ഒഴിച്ചാൽ മതി. കുഴീൻ്റെ ഒരു പകുതിയൊക്കെ വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഓരോ കുഴിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഉണ്ണിയപ്പം കല്ലിൽ നിന്ന് വിട്ട് വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് ഓരോ ഉണ്ണിയപ്പവും മറിച്ചിട്ട് കൊടുക്കാം. ഒരു സ്പൂണോ അതല്ലെങ്കിൽ ബാമ്പൂ സ്റ്റിക്കോ ഇനി അതോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തിയോ ഉണ്ടെങ്കിൽ പതുക്കെ അങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി. അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവണേ. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ അടുപ്പിൻ്റെ ചൂടിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏത് കുഴിയിലാണ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് അത് ആദ്യം തന്നെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഉണ്ണിയപ്പം വെന്ത് വന്നോളും. നമ്മൾ സാധാരണ ചുടുന്നത് പോലെയല്ല, ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി വരുവേ. അപ്പോൾ ആ ഒരു ഭാഗം ആയിട്ടുണ്ടെങ്കിൽ ഓരോ ഉണ്ണിയപ്പം അങ്ങ് കോരിയെടുക്കാം. സ്പൂൺ എടുക്കുക, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാമ്പൂ സ്റ്റിക്കോ പപ്പടം കുത്തിയോ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ബാമ്പൂ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് എടുക്കുമ്പോഴാണ് കൂടുതൽ എളുപ്പം സ്പൂൺ കൊണ്ട് എടുക്കുന്നതിനേക്കാളും. അപ്പോൾ ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ ഓരോന്നോരോന്നായിട്ട് കുത്തിയെടുക്കുന്നുണ്ട്. ഉണ്ണിയപ്പം എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് വെക്കുക. എണ്ണ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനാണ്. എന്നിട്ട് വീണ്ടും നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിക്കാം. എല്ലാ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗമായിട്ടുണ്ട്. കോരിയെടുക്കുന്നുണ്ട്, സ്ട്രെയിനറിലേക്ക് കോരിയെടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇടയ്ക്ക് എണ്ണ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കുറഞ്ഞു പോയ കുഴിയിലേക്ക് എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ആ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് മാവ് വീണ്ടും കോരി ഒഴിച്ചാൽ മതി. ഇത്രയൊരു മാവിൽ നമുക്കൊരു 40 ഉണ്ണിയപ്പം വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഉണ്ണിയപ്പം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഷേപ്പുള്ള ഉണ്ണിയപ്പമാണ്. പുറം ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുള്ള, ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. മധുരമൊക്കെ പാകത്തിനുണ്ട്. മധുരം നമ്മൾ ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ. ശർക്കരപ്പാനി അവസാനം ഒഴിക്കാൻ കുറച്ച് ബാക്കി വെക്കുക. എന്നിട്ട് മധുരം നോക്കിയിട്ട് മാത്രം
മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയേ. അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ടാണ് അടിച്ചെടുക്കുന്നതെങ്കിൽ മാവിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം അടിച്ചെടുക്കണേ. അപ്പോൾ ഉണ്ണിയപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് താഴെ എഴുതണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.